ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവും അനയും കൂടി ഇന്ന് സംസാരിക്കുക. ആ സമയത്താണ് അനാമിക ആ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അനാമികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നന്ദു അവൾ വരുന്നുണ്ട്. അനാമിക ഞാൻ ഇതിൽ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ്. അപ്പോൾ അനാമിക കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ്, അല്ല ആ നന്ദു ആണോ എന്ന് ചോദിച്ചപ്പോൾ, നീ എന്തിനാ എപ്പോഴും നന്ദു നന്ദു എന്ന് പറയുന്നത്? എനിക്കത് നന്ദുവിനെ മാത്രം വിളിക്കാനായിട്ട് പാടുള്ളൂ. എനിക്ക് പല ഫ്രണ്ട്സുകളുണ്ട്, അതേപോലെ തന്നെ ഞാനൊരു ബിസിനസ് മാനും ആണ്. അതുകൊണ്ട് എനിക്ക് പലരെയും വിളിക്കാനുള്ളതുണ്ട്. പിന്നെ നീ എന്തിനാ നന്ദു നന്ദു എന്ന് പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം, ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കിയല്ലോ. അങ്ങനെ നന്ദു അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഫോൺ കട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദു ആയതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഫോൺ കട്ടാക്കിയത്, ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി. എടി നിൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ നന്ദു നന്ദു എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അനിയേട്ടൻ എന്തിനാ അനിയേട്ട എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും അനിയേട്ടൻ്റെ പിന്നാലെ തന്നെയല്ലേ. അനിയേട്ടനെ സ്നേഹിക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. വീട്ടുകാരുടെ എല്ലാവരോടും പറയുകയും ചെയ്തു. വീട്ടുകാർ നമ്മുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണെന്നും പറയുക. ഇത് കേട്ട എനിക്ക് കലി വരികയാണ്. ഒരിക്കലും നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ എന്ത് ചെയ്തു അനിയേട്ടാ? ഞാൻ എന്താ മോശം പെൺകുട്ടിയാണോ? ഞാൻ എപ്പോഴെങ്കിലും അനിയേട്ടനോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, നീ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കലി വരികയാണ്. പണ്ടത്തെ സ്വഭാവം എനിക്ക് നിൻ്റെ തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ നീ കോളേജിൽ പഠിച്ച് നേരെ ഇങ്ങോട്ട് വന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയതാ. ഇപ്പം അതും ഇല്ലാതായി. അതിന് മാത്രം ഞാൻ എന്ത് കാര്യം ചെയ്തത്? അവന്തികേ, നീ ഒരു കാര്യം ചിന്തിക്കണം. നീ നവീനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നീ വേറൊരു നല്ലൊരു ബന്ധം കയറി പിടിച്ചു. അത് നീ എന്നെ. പക്ഷെ നീ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. നീയേ നവീൻ്റെ പിന്നാലെ ചെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാപ്പിക്കണമായിരുന്നു. പക്ഷേ അതൊന്നും നീ ചെയ്തില്ലല്ലോ. എൻ്റെ പിന്നാലെ നടന്ന് നീ സമയം കളയുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്ക്, അയ്യേ, ഞാൻ അത്രയ്ക്കും തരം താഴ്ന്ന പെണ്ണല്ല അനിയേട്ടാ. ഈ നവീനേട്ടനെ ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ പിന്നാലെ കിടന്ന് പോകാനായിട്ട്. നീ ഇപ്പം ആ തരം താഴ്ന്ന പണിയല്ലേ കാണിക്കുന്നത് അവന്തികെ. ഞാനും നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? നീ എൻ്റെ പിന്നാലെ നടന്ന് നീ എന്നെ ടോർച്ചർ ചെയ്യുകയല്ലേ. അപ്പോൾ പിന്നെ അതിനെ തരം താഴ്ന്ന പണിയെന്നല്ലേ പറയേണ്ടത് അവന്തികയെന്ന് ചോദിച്ചപ്പോഴേക്കും, അനിയേട്ടൻ ഈ വീട്ടിലുള്ളത് എനിക്ക് അനിയേട്ടനെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതേപോലെയാണോ നവീനേട്ടൻ ഒരു അന്യപുരുഷനല്ലേ? അപ്പോൾ അയാളുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ കെഞ്ചിക്കേണ്ടി നടക്കുന്നത് അത് വളരെ മോശമായ കാര്യമല്ലേ? അവന്തികെ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഒരാളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ നടക്കാനായിട്ട് പാടില്ല. അത് വളരെ മോശമായ കാര്യമാണ്. അല്ലെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആണും പെണ്ണും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കല്യാണം. പക്ഷേ നേരത്തെ അമ്മമാരൊക്കെ പെണ്ണുങ്ങളിങ്ങനെ പ്രഷർ ചെയ്ത് ഒരുത്തൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കും. അത് ഉറപ്പാണ്. പക്ഷെ ആണുങ്ങൾ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അവന് ഇഷ്ടമുള്ള ഏത് പെണ്ണിനെയാണോ അവളെ കല്യാണം കഴിക്കാനാണ് അവനിഷ്ടം. അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. പക്ഷേ നീ ഇപ്പോൾ വളരെയേറെ തരം താഴ്ന്ന പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് പിന്നാലെ നടക്കാനും എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തീരുമാനങ്ങളിലൊക്കെയാണ് ഞാൻ വില കൊടുക്കുന്നത്. അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നീ എൻ്റെ പിന്നാലെ നടക്കുകയും വേണ്ട അവന്തികയെ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ അവന്തികയാണെങ്കിൽ, ഏതായാലും വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് ഞാൻ മാറുന്ന പ്രശ്നമില്ല. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുന്നത്. അനിയേട്ടനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകണ്ടല്ലോ. ഇവിടെ എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെ സുഖത്തോടെ ഇവിടെ ജീവിക്കാമല്ലോ. ഞാൻ അത്രയും മാത്രം ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഈ നിൻ്റെ മനസ്സിലിരിപ്പോൾ നിൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുള്ളൂ. അത് എൻ്റെ അടുത്ത് ചിലവാകില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയ അവിടെ നിന്ന് പോവുകയാണ്. അവന്തികയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെ ദുഃഖം തോന്നുക. എന്ത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ അവന്തിക നേരെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ അവന്തിക കനകത്തിനെ വിളിക്കുക. അപ്പോൾ കനകം ഫോൺ എടുക്കുകയാണ്. അമ്മേ, ഇത് ഞാനാ അമ്മേ, അവന്തികയാണെന്ന് പറഞ്ഞപ്പോഴേക്കും, മോളെ, എന്താ മോളെ ഈ സമയത്ത് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അമ്മേ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അമ്മേ. അമ്മയ്ക്ക് ഇവിടെ നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇവിടെ എല്ലാവരും കൂടി എൻ്റെയും അനിയേട്ടൻ്റെയും കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്കറിയാം. മൂർത്തി സാർ എന്നെ വിളിച്ചായിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. സന്തോഷമായി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മേ. അയ്യോ, അതെന്താ അധികം മോളെ, നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് വേറൊന്നും കൊണ്ടല്ല.
അതിന് ഒരു കാരണം തന്നെയുണ്ട് അമ്മേ. അതിന് കാരണം നന്ദുവാണ്. നന്ദുവും അനിയും തമ്മിൽ ഇപ്പം കാണുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കനകൊന്ന് പേടിച്ച് നിൽക്കുകയാണ്. ഇല്ല മോളെ, അതെല്ലാം മോളുടെ തോന്നലാ. ഒരിക്കലും അവർ തമ്മിൽ കാണുന്നില്ലെന്നേ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, എൻ്റെ ഒരു സംശയമാണ് എനിക്ക്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. ഏതായാലും ഞങ്ങൾ വാക്ക് കൊടുത്തിരിക്കുകയാണ്, അവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന്. അതേപോലെ തന്നെ അവൾ ഞങ്ങൾക്കും വാക്ക് തന്നിട്ടുണ്ട്, അനിയമായിട്ടുള്ള ഒരു ബന്ധത്തിനും അവൾ തയ്യാറല്ല. അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ട്. പിന്നെ മൂർത്തി സാറിനൊക്കെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. മൂർത്തി സാറും ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അനിയും ഇനി ഇങ്ങോട്ട് ഒരു ശല്യത്തിന് വരില്ല എന്ന്. അപ്പോൾ ആ ഒരു വാക്ക് പാലിക്കണ്ടേ? മോള് ടെൻഷൻ ആവാതെ പേടിക്കാതെ. അമ്മേ, പേടി കൊണ്ടാ ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം നവീനായിട്ട് എന്നെ വേണ്ടാന്ന് വെച്ച് പോയി. എനിക്ക് ഈ കുടുംബത്തിൽ തന്നെ നിൽക്കാൻ എനിക്ക് ഇഷ്ടം. ഇനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല എന്നൊക്കെ കനകത്തോട് പറയുകയാണ്. ഇത് കേട്ട കനകൊന്ന് പേടിച്ച് നിൽക്കുക. ഏതായാലും ശരിയമ്മേ, ഞാൻ അനിയേട്ടനെയും നന്ദുവിനെയും ഒന്ന് കണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വയ്ക്കുക. ഇത് കേട്ട കനകത്തിന് ഭയങ്കര ഡൗട്ട് തോന്നുക. അങ്ങനെ കനകം നേരെ ഗോവിന്ദനടുത്ത് ചെല്ലുകയാണ്. ഗോവിന്ദേട്ടാ, എന്നെ ഇപ്പം അവന്തിക മോള് വിളിച്ചായിരുന്നു. അവന്തികയോ? എന്തിനാ അവന്തിക മോള് വിളിച്ചത്? അതെ, അവളുടെയും അനിയുടെയും കല്യാണം നിശ്ചയിച്ചല്ലോ. ആ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. നല്ല കാര്യമല്ലേ? നമ്മളത് അറിഞ്ഞ കാര്യമാണല്ലോ. അതല്ല, അവൾക്കിപ്പോൾ ഒരു പേടിയും ടെൻഷനും സംശയമൊക്കെ ഉണ്ട്. എന്ത് സംശയം? അത് പിന്നെ അനിയും നന്ദൂടനും തമ്മിൽ ഇപ്പോഴും കാണുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നും അവർ തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ആ കുട്ടിയുടെ ടെൻഷൻ കൊണ്ടായിരിക്കും. അതിലിപ്പോൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ എന്നാലും അവന്തിക മോൾ ഉറപ്പിച്ച് പറയുന്നത് അനിയെയും നന്ദൂട്ടനെയും ഒരു വഴിയരികിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറയുന്നത്. അവളൊരു പോലീസ് ഓഫീസറല്ലേ എൻ്റെ കനകം. അതുകൊണ്ട് അവൾ ചിലപ്പോൾ വഴിയിലൊക്കെ പോകുമ്പോൾ അനിയെ കണ്ടെന്നിരിക്കും, സംസാരിച്ചെന്നിരിക്കും. അതിനെ വേറൊരു അർത്ഥത്തിൽ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. ശരിയാണ്, ഞാനിതൊക്കെ ആ കുട്ടിയോട് പറഞ്ഞു നോക്കി, സമാധാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നന്ദൂട്ടൻ കാരണം ഇനി ആ കുടുംബത്തിന് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പാടില്ല. അനിയും അവരും തമ്മിലൊന്നും ഇനി കാണണ്ടെന്നേ, നന്ദൂട്ടനൊന്നും വിലക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവന്തിയെ കാണിക്കണം. അപ്പോൾ അവന്തിക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോഴാണ് അനി ഒരുങ്ങി പിടിച്ച് വരുന്നത്. അപ്പോൾ അനി ഒരുങ്ങി പിടിച്ച് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവന്തിക ചോദിക്കുകയാണ്, അനിയേട്ടൻ എങ്ങോട്ട് പോവാണോ? പുറത്തേക്ക് പോവാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, ഞാനെന്ന് പുറത്തേക്ക് പോവാണോ? ആരെ കാണാനാ? നന്ദുവിനെ കാണാനാണോ? നിനക്ക് വേറൊരു പണിയില്ലേ? ഞാനെന്തിനാണ് നന്ദുവിനെ കാണാനായിട്ട് പോകുന്നത്? ഏത് സമയവും ഇപ്പം നന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് നന്ദുവിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, പെട്ടെന്ന് ഈ സൺഡേ ആണല്ലോ. സൺഡേ സമയത്ത് അനിയേട്ടൻ എങ്ങോട്ട് പോയെന്നാണ് ഞാൻ ചോദിച്ചു വരുന്നത്. അതിനെന്താ സൺഡേ സമയത്ത് പുറത്ത് പോകാൻ പാടില്ലേ? എങ്കിൽ പിന്നെ ഞാനും വരട്ടെ അനിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ വരുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. ഓഹോ, അപ്പം നന്ദുവിനെ കാണാൻ തന്നെയാണ് പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ നന്ദുവിനെയും കിന്ദുവിനെയും ഒന്നും കാണാനായിട്ട് പോവല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാനായിട്ട് പോവുകയാണ്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവും. പിന്നെ ചില മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. മീറ്റിങ്ങുകളോ? ഈ സൺഡേയോ? സൺഡേ ഏത് മീറ്റിംഗ് എന്നാണ് അനിയേട്ട നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ, നമുക്ക് സൺഡേ തുറന്ന് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളില്ലേ, അതിൻ്റെ മീറ്റിംഗ് കാണൂല്ലേ? ഞാനൊരു MD ആണ്. അപ്പം എനിക്ക് പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണും. അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവന്തികെ. നീ നിന്റെ പണി നോക്കിപ്പോ. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എൻ്റെ പിന്നാലെ നടക്കണ്ട എന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും അഭി ഇറങ്ങി വരിക. അപ്പം അഭി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അഭിയോട് പറയണതേ, എന്തോ തിരക്ക് പിടിച്ച് പോകുന്ന ഇതിലാണ്. നന്ദുവിനെ കാണാനായിട്ട് പോവുമായിരിക്കും. ഒരുങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീറ്റിംഗ് ഉണ്ട്, ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിയായ സംശയമുണ്ട് ഏട്ടാ. ഉറപ്പായിട്ടും അനിയേട്ടൻ കാണാനായിട്ട് പോകുന്നത് അത് നന്ദുവിനെ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനങ്ങനെ നന്ദുവിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നന്ദുവിൻ്റെ അവസാനമായിരിക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഞാനും അനിയേട്ടനും തമ്മിലുള്ള കല്യാണം നടക്കില്ലേ? അച്ഛൻ ആ ഒരു ആശ്വാസത്തിലാണ്. ഇത്രയ്ക്കും ആ കമ്പനി തകർന്നിട്ടും അച്ഛൻ ആശ്വാസം നിൽക്കുന്നത്
അനിയേട്ടനെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സകല സ്വത്തുക്കളും കിട്ടുമല്ലോ, അനിയേട്ടനെ കമ്പനിയുടെ MD ആണല്ലോ, അപ്പോൾ ആ സകല സ്വത്തുക്കളും കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അച്ഛനെ സന്തോഷം നിൽക്കുന്നത്. അതേ മോളെ, പക്ഷേ അതുകൊണ്ടാണല്ലോ മൂർത്തീസ് കമ്പനി ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സന്തോഷിച്ചത്. ഓഹോ, അപ്പോൾ AM ജ്വല്ലറി തകരണമെന്നായിരുന്നോ നിൻ്റെ ആഗ്രഹം? അയ്യോ അഭിയേട്ടാ, അങ്ങനെയല്ല അഭിയേട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ കമ്പനി തകർന്നത് ഞാൻ അങ്ങനെ ആലോചിക്കോ? ഇല്ലല്ലോ. പക്ഷേ ഇതൊക്കെ സംഭവിച്ചു പോയി. എന്നാലും അനിയേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണല്ലോ. അപ്പോൾ കമ്പനിയുടെ MD ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് തന്നെയല്ലേ ബെനിഫിറ്റ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ശരി മോളെ, നീ പേടിക്കണ്ട. അനിയെ നിനക്ക് തന്നെ കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഏതായാലും അച്ഛനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ. നന്ദുവിൻ്റെ കാര്യത്തിൽ കട്ടപ്പുക ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദൂട്ടനെ കാണിക്കുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് വരികയാണ്. നന്ദു അവിടെ നിന്ന് നന്ദു എന്ന് പറഞ്ഞിട്ട് കനകം പിന്നെ വെച്ചിരിക്കുക. എന്താ അമ്മേ, എവിടെ പോവാ നീ? ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും അതിന് പോവുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ. അതൊക്കെ പറഞ്ഞാണ്. പക്ഷേ ആ അനിയെ കാണാനായിട്ട് പോവല്ലല്ലോ. ഇതെന്തൊരു കഷ്ടം അമ്മേ. ഞാൻ എന്തിനാണ് അനിയെ കാണാനായിട്ട് പോകുന്നത്? എൻ്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞതാണ്. എനിക്ക് മീറ്റിംഗ് ഉണ്ട്, കുറച്ച് താമസിച്ചേ വരുള്ളൂന്നൊക്കെ പറഞ്ഞാണ്. അതൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരു സംശയമുണ്ട്. അമ്മയുടെ സംശയം വല്ലാത്തൊരു സംശയം തന്നെയാണ് കേട്ടോ. അമ്മ എന്തിനാ എൻ്റെ സംശയിച്ച് എൻ്റെ പിന്നിൽ നടക്കുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് ബോറടി തന്നെയാണ്. നിനക്ക് ബോറടി ആയിട്ട് തോന്നും. പക്ഷേ എൻ്റെ മനസ്സിലെ ആദ്യം ടെൻഷനും എത്രമാത്രം ഉണ്ടെന്ന് അതെനിക്ക് മാത്രം അറിയാം. നന്ദൂട്ടാ, നീ ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് തന്നെയാണ് അമ്മ വിശ്വസിക്കുന്നത്. അനിയുടെ പിന്നാലെ നടക്കില്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ നയനമോളെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു. അതേപോലെ തന്നെ നവ്യയും കയറി ചെന്നു. പിന്നീട് നയനയുടെ ആ ജീവിതം അടിപൊളിയായിരുന്നു. പക്ഷേ നവ്യയുടെ ജീവിതം തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏത് സമയവും ആ ബന്ധം പിരിയാം, എപ്പോൾ വേണമെങ്കിലും അവൾ സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യാം. അതേപോലെ തന്നെ നീയും ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു ഇട വരുത്തരുത്. മൂർത്തി സാറ് എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഞാൻ അവർക്കൊരു വാക്കും കൊടുത്തിട്ടുണ്ട്. നീയും ആ വാക്ക് പാലിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അനിയുമായിട്ടുള്ള ബന്ധത്തിന് നിൽക്കരുതെന്നും പറയാണ്. ഇല്ലമ്മേ, എനിക്കങ്ങനെ അനിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മനെ ഒന്ന് വിശ്വസിക്കേ. അമ്മ ഇങ്ങനെ സംശയിച്ചിരുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഞാനെന്നെങ്കിൽ പിന്നെ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഇറങ്ങി പോവാ. കനകത്തിലാണെങ്കിൽ ഭയങ്കര ടെൻഷനും കൂടി വരിക. അങ്ങനെ നമ്മുടെ നവ്യയെ കാണിക്കുകയാണ്. അപ്പം നവ്യ റൂമിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭി അങ്ങോട്ട് കയറി ചെല്ലുക. അഭി അങ്ങോട്ട് കയറി ചെന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഇങ്ങനെ പറയുകയാണ്, അതെ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഈ നന്ദുവേ അവൾ എന്തൊരു അഹങ്കാരിയാ. നന്ദു ഇങ്ങനെ അനിയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വരില്ലേ? അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അത് തന്നെ എനിക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അങ്ങനെയാണെങ്കിലേ നന്ദുവിനിപ്പോൾ ഒരു ആപത്ത് വന്നാലും യാതൊരു പ്രശ്നവുമില്ല പറഞ്ഞപ്പോഴേക്കും അതെ അവൾക്ക് ആപത്ത് വരും. ഏകദേശം അവൾക്ക് ആപത്ത് വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവളെ അനിയെ കാണാറുണ്ടെന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ അവന്തികയും അനിയും തമ്മിലുള്ള കല്യാണം മുടക്കാൻ വേണ്ടി തന്നെയാണ് അവൾ മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അവന്തിക അനിയെ കല്യാണം കഴിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അയ്യോ ആണോ? അങ്ങനെയാണെങ്കിലേ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഇനിയിപ്പോൾ അഥവാ നന്ദുവിനെ നിങ്ങൾ അപായപ്പെടുത്തിയാലും ഒരിക്കലും ഒരു സങ്കടവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്നും പറയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാകരുതല്ലോ. ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും നന്ദുവിനെ അപകടപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അപകടപ്പെടുത്തിയിരിക്കും. അതിൽ യാതൊരു സംശയത്തിൻ്റെ കാര്യവും ആർക്കും ഉണ്ടാകില്ല. നന്ദുവിനെ കൊണ്ട് ശല്യം ഇനി ഉണ്ടാകാനായിട്ട് പാടില്ല. അവളെ ജ്വല്ലറി കയറി ഡേവിഡ് സാറിനെ എടുത്തിട്ട് പൊരിച്ചതാ. അപ്പോൾ അതിൻ്റെയൊക്കെ വൈരാഗ്യം വാശിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവളെ തീർക്കാൻ തന്നെയാണ് അവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അവൾക്കിട്ട് നല്ല പണി അവർ തന്നെ കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ നിനക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? അയ്യോ എനിക്ക് ടെൻഷനാ, എനിക്ക് ഒരു ടെൻഷനില്ല. അപ്പം നവ്യ ഇങ്ങനെ മനസ്സ് ചിന്തിക്കണം, എടാ എൻ്റെ നന്ദൂട്ടൻ്റെ
ഒരു രോമത്തിൽ പോലും തൊടാനായിട്ട് നിനക്ക് കഴിയില്ലടാ, അവളെ ഞാൻ സംരക്ഷിച്ചിരിക്കും എന്നാണ് നവ്യ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത്. എന്താ നവ്യെ നീ എന്താ ആലോചിച്ചു വിടുന്നത്? നീ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് അഭി ഏറ്റവും നല്ല കാര്യങ്ങൾ. നന്ദൂട്ടൻ ഒരിക്കലും ഈ കുടുംബത്തിലേക്ക് കയറി വരാനായിട്ട് പാടില്ല. എനിക്ക് അനിയത്തി എന്നുള്ളൊരു സ്നേഹം പോലുമില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്താന്ന് വെച്ചാൽ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പം അഭി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിക്കുകയാണ്. ദൈവമേ നന്ദൂട്ടൻ എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ നവ്യ ഉടനെ തന്നെ നവ്യയുടെ കൂട്ടുകാരിയെ വിളിക്കുക. കൂട്ടുകാരെ വിളിച്ചപ്പോഴേക്കും എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ നന്ദൂട്ടന് എന്തെങ്കിലും ആപത്ത് വരാനായിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് അവനില്ലേ അഭി, അവൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നീ ഏതായാലും ഒന്ന് ഫോളോ ചെയ്യണം, എന്നാലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകത്തുള്ളൂ. നീ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യണമെന്ന് പറയുകയാണ്. ശരിയടി, നീ ടെൻഷൻ ആവാതെ, നിൻ്റെ നന്ദുവിന് ഒരു ആപത്തും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. ഈ സമയം തന്നെ നമ്മുടെ നന്ദു അനിയെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അനി വരുന്നത്. അപ്പം അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ നന്ദു വാക്കു പാലിച്ചു അല്ലേ എന്ന് വെച്ചപ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നീ പറഞ്ഞല്ലേ, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ വാക്ക് പാലിച്ചത്. പിന്നെ അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര ഡൗട്ടാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നീ മീറ്റിങ്ങിന് തന്നെയാണോ പോകുന്നത് എന്നും ചോദിച്ചുകൊണ്ട് എന്നോട് ഓരോ ചോദ്യങ്ങൾ. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഏതായാലും നീ വന്നല്ലോ, നമുക്കിനി അടിച്ചു പൊളിക്കാം. പക്ഷേ അതല്ലടാ നീ, ഇന്നലെ രാത്രിയെ അവന്തിക അമ്മയെ വിളിച്ചായിരുന്നു. എന്നിട്ട് ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനും അനിയനും തമ്മിലുള്ള കല്യാണം വീട്ടുകാർ മുഴുവൻ നിശ്ചയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പറയട്ടെ, അതിനെന്താ കുഴപ്പം? പക്ഷേ ഇതൊക്കെ ഒരു വഴിത്തിരിവാണ്. ഇതൊരു റിഹേഴ്സൽ നമ്മളീ പോകുന്നത്. ഇനി ഒളിച്ചോടാനുള്ളല്ലേ? അയ്യടാ, ഒളിച്ചോടാനോ? പിന്നെ ഒളിച്ചോടലൊന്നും നടക്കുകയൊന്നുമില്ല. നീ അങ്ങനെ പല വാട്ടുകളും പറയും, പക്ഷേ എന്നെക്കൊണ്ടൊന്നും അത് സാധിക്കില്ല. എടീ, നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രവർത്തികളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം വരാനായിട്ട് പാടില്ല. അതെന്താ നീ അവന്തിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമൊന്നുമില്ല, ആ പെണ്ണിൻ്റെ സ്വഭാവം ഇഷ്ടമല്ല. അതെന്താ? അവന്തിയുടെ സ്വഭാവം നല്ലതാണെന്നല്ലേ പറയുന്നത്? പിന്നെ ആദർശേട്ടനും നയനേച്ചിയൊക്കെ അവന്തിയുടെ സ്വഭാവം ഇഷ്ടമാണല്ലോ. അത് ശരിയാണ്, പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കണ്ടേ. ഞാൻ അവളോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ട് പോലും അവള് അതൊന്നും വകവെക്കാതെ എൻ്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവളെ ഏത് കണ്ണു വെച്ച് കാണണം? നല്ലൊരു സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ വഴിമാറി പോവുകയല്ലേ വേണ്ടത്. പക്ഷേ അവൾ ചെയ്യുന്നത് എന്നെ തന്നെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയല്ലേ. അത് പിന്നെ അവന്തികയുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. അവന്തിക നിന്നെ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ, അപ്പം അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ആ ഒരു രീതിയിൽ കണ്ടിട്ട് പോലുമില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. ഏതായാലും നന്ദു, നീ എന്തിനാ പേടിക്കുന്നത്? നിനക്ക് ഒരാപത്തും വരാനായിട്ട് പോകുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും നീ വണ്ടി കയറ് എന്ന് പറഞ്ഞപ്പോഴേക്കും കാറിലേക്ക് കയറാൻ പോവാണ്. കാറിലല്ല, നമുക്ക് സ്കൂട്ടറിൽ പോയാൽ മതി. സ്കൂട്ടറിലോ? എടാ, ഒരു ഹെൽമെറ്റേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഞാൻ ഹെൽമെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും ഹെൽമെറ്റൊക്കെ വെച്ച് സ്കൂട്ടറിൽ നല്ല അടിച്ച് പൊളിച്ച് നേരെ യാത്ര പോവാണ്. അങ്ങനെ അവരിങ്ങനെ പരസ്പരം ഒരു പ്രണയങ്ങളെല്ലാം പങ്കുവെക്കുക. അപ്പോൾ ഒരു ഇവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും എടാ നമുക്കിനി പോയാലോ? കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാന്നേ. സമയം പോയത് അറിഞ്ഞു പോലുമില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സൊന്ന് സന്തോഷിച്ചത്. നിൻ്റെ കൂടെ ഇത്രയും നേരം ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണെന്നും പറയുകയാണ്. അങ്ങനെ സന്തോഷിക്കാനൊക്കെ വരട്ടെ. എടീ, നമുക്ക് ഇനി ഇതേപോലെ ഒളിച്ചോടാനുള്ളതാണ്. നിനക്കിതൊന്നും വിട്ടില്ലേ? ഒളിച്ചോടൽ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഞാനേ ഒളിച്ചോടുന്നവരെ കണ്ടുപിടിച്ച് കൊടുക്കുന്നൊരു പോലീസ് ഓഫീസറാണ്. അപ്പം ഞാൻ തന്നെ ഒളിച്ചോടാനാ? എടീ, ഒളിച്ചോടിയാലും കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ജോലി പോകണമെങ്കിൽ പോട്ടേന്നേ. നമുക്ക് ജീവിക്കാടി, സന്തോഷിച്ച് അടിച്ച് പൊളിച്ച്. അങ്ങനെയൊന്നും നടക്കില്ല. ഞാനേ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ജോലി ചെയ്ത് ആ ജോലി നഷ്ടപ്പെടുത്താനൊന്നും ഞാൻ ഒരുക്കമല്ല. പറഞ്ഞ മനസ്സിലായോ? ശരി ആയിക്കോട്ടേന്നേ. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ അനി? നീ എന്നാ പൊയ്ക്കോ. ഏതായാലും വാക്ക് വലിച്ച് നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞല്ലോ, അത് തന്നെ വളരെയേറെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു സ്കൂട്ടർ എടുത്തോട്ട് പോവുകയാണ്. അപ്പം അനി കാറും എടുത്തോട്ടും പോവുകയാണ്.
അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് പാഞ്ഞിങ്ങനെ പോകുമ്പോൾ വേറൊരു കാറ് വന്ന് നന്ദുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. അപ്പം നന്ദു പേടിച്ചൊന്നുമില്ല. അതിൽ നിന്ന് 2-3 ഗുണ്ടകൾ ഇറങ്ങുക. അപ്പം നന്ദു ഇടിക്കാൻ അവനെ തയ്യാറായിട്ട് തന്നെ നിൽക്കുക. അങ്ങനെ എടി നിന്നെ ഞാൻ അങ്ങളെ അകത്തേക്ക് കയറ്റാൻ പോവാണ്, വണ്ടർ അകത്തേക്കെന്ന് പറഞ്ഞ് തീരേണ്ട താമസം ഇവർ രണ്ടും കൊണ്ട് പൊരിഞ്ഞടി. അങ്ങനെ നന്ദു അടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഗുണ്ടകളും അടിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചടിച്ച് നന്ദുവിനെ പെട്ടെന്ന് ഇവർ പിടിച്ചിട്ട് ഒരു മുട്ടം പടിയെടുത്ത് തലമണ്ട നോക്കി ഒറ്റ അടിയാണ്. അതോടുകൂടി തന്നെ നമ്മുടെ നന്ദുവിൻ്റെ ബോധവും പോയി. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നവ്യയുടെ കൂട്ടുകാരി. അപ്പോൾ നവ്യയുടെ കൂട്ടുകാരി ഇതിൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ നന്ദുവിനെ വണ്ടി കയറ്റിയിട്ട് അവർ പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് പാഞ്ഞു വരികയാണ്. ഒരു മെസ്സേജും കോളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പാഞ്ഞു വന്നിട്ട് നയനോട് പറയുകയാണ്, അതേ നയനെ, ആർക്കൊരാപത്തും വരില്ല എന്ന് നീ പ്രാർത്ഥിച്ചോ. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് പോയി കഴിഞ്ഞപ്പോഴേക്കും നയനക്ക് ടെൻഷനായി. അപ്പം നയനാണെങ്കിൽ ദൈവമേ ഇവരെന്താ ആദർശനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്, ഇനി നന്ദുവിട്ടന് വല്ല ആപത്തും സംഭവിച്ചോ, നീ വീട്ടിലേക്കൊന്ന് വിളിച്ചാക്കിയല്ലോ. വേണ്ട, ഇനിയിപ്പോൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർ അവിടെ നന്ദു ഇല്ലെങ്കിൽ അത് പിന്നെ അവർക്ക് ടെൻഷനാവും. വേണ്ട, പറയണ്ട ദൈവമേ, ആർക്കൊരാപത്തും വരുത്തല്ലേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നയന. അങ്ങനെ നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അപ്പോൾ അനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഇതെന്താ നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ അവളെ വിളിക്കാതെ ഉറങ്ങാനും പറ്റില്ല. പക്ഷെ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ, ഇത്രയും നേരം വിളിച്ച് സംസാരിച്ചൊക്കെ ഇരുന്നാണല്ലോ, അപ്പോൾ ഇനി വിളിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നവ്യയെ കാണിക്കുകയാണ്. അപ്പോൾ നവ്യക്കാണെങ്കിൽ അതിലേറെ ടെൻഷൻ, നന്ദുവിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ കൂട്ടുകാരിയെ വിളിക്കുകയാണ്, എടീ എനിക്കാകെ പേടി തോന്നുന്നു. അങ്ങനെ കൂട്ടുകാരിയെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടല്ലോ, നന്ദുവിന് ഒരാപത്തും വരാനായിട്ട് പാടില്ല. ഇല്ലെന്നേ, നന്ദുവിന് ഒരാപത്തും വരില്ല. നീ ഏതായാലും ആദർശമായിട്ട് ഒരു മെസ്സേജ് അയച്ചേ. ഇപ്പം ശരിയാവില്ല, ഇപ്പം മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കലാശിക്കും. അതുകൊണ്ട് ഇപ്പം ഏതായാലും ആദർശേട്ടൻ മെസ്സേജ് അയക്കണം. നമ്മൾ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ആദർശേട്ടൻ കണ്ടുപിടിക്കുമെന്നേ, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ നന്ദുവിനെ കാണിക്കണം. അപ്പോൾ നന്ദുവിനെ അടിച്ച് അവിടെ അങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് ചെറിയൊരു ബോധമൊക്കെ വരികയാണ്. അപ്പോൾ നന്ദുവിനെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് മതിലുമിങ്ങനെ ചാരി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ നാഗേന്ദ്രൻ വിളിക്കുന്നത്. അപ്പം നാഗേന്ദ്രൻ ഗുണ്ടകളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുത്തേ. അങ്ങനെ അവളുടെ കയ്യിലേക്ക് അവളുടെ ചെവിയിലേക്ക് ഇങ്ങനെ ഫോൺ വെച്ച് കൊടുക്കുകയാണ്. എടീ മോളെ, നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ല, പക്ഷേ നിനക്ക് ഞാൻ കാലിനായിട്ട് വന്നിരിക്കുകയാണ്. നീ എന്താണ് വിചാരിച്ചത്, നീ ഞങ്ങളുടെ കമ്പനിയൊക്കെ അങ്ങോട്ട് തകർത്ത് കളയാമെന്നോ? നീ എപ്പോൾ ഡേവിഡിനെ പിടിച്ച് പൂട്ടിയോ അന്ന് നിന്നെ പൂട്ടണമെന്ന് ഞങ്ങളും വിചാരിച്ചാടി. ഇനി നിൻ്റെ അന്ത്യമാണ്. നീ ആരാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആരാണെന്ന് അറിയണോ? നിന്നെ കൊല്ലാൻ വന്നവൻ, അവനെ വിളിക്കണേ എന്താണ്, കാലെന്ന്. അതുകൊണ്ട് നിൻ്റെ അന്ത്യം എടുത്തു എന്ന് പറയാണ്. അങ്ങനെ ഈ ഗുണ്ടകളോട് പറയാണ്, ഏതായാലും അവളെ അങ്ങോട്ട് തീർത്തേര്, ഇന്ന് തന്നെ തീർത്തേര് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി സർ, തീർത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകൾ വലിയൊരു കത്തി എടുക്കുകയാണ്. ആ കത്തി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഒന്ന് പേടിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.